ഹായ്, അമല സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീക്കിലെ വെയിറ്റ് ലോസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് എന്നെ സപ്പോർട്ട് ചെയ്തതിന്. ഇനി ആ വീഡിയോയ്ക്ക് ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഡിസ്ക് പ്രോബ്ലം ഉള്ളവർക്ക് വെയിറ്റ് ലോസിന്റെ എക്സസൈസ് ചെയ്യാൻ പറ്റുമെന്ന്. ഈ ഡിസ്ക് പ്രോബ്ലം ഉള്ളവർ ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ കൂടും. പിന്നെ സ്റ്റാർട്ടിങ് ഉള്ളൂ, അതായത് ഡിസ്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യണുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും നമുക്കത് അറിയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെ പ്രോബ്ലം ഓരോരുത്തർക്ക് അറിയുള്ളൂ. ചിലർക്ക് സർജറി പറഞ്ഞിട്ടുണ്ടാവും, ചിലർക്ക് ട്രീറ്റ്മെന്റ് അതായത് ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ചിലർക്ക് എക്സസൈസ് മാത്രം ഫോളോ ചെയ്താൽ ഇപ്പൊ മരുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അപ്പൊ നമുക്കതൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഡിസ്ക് പ്രോബ്ലം ഇല്ലാതെയാക്കാം. അതിനുശേഷം നമുക്ക് വെയിറ്റ് ലോസിനുള്ള എക്സസൈസ് എടുക്കാം. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡിസ്ക് പ്രോബ്ലത്തിന് എക്സസൈസ് ചെയ്യുമ്പോൾ വളരെ സ്ലോവിലാണ് നമ്മൾ എക്സസൈസ് ഓരോന്നും ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ 4 എക്സസൈസ് പറഞ്ഞു തരുന്നുണ്ട്. ഈ 4ഉം സ്റ്റാർട്ടിങ് നമുക്ക് പതിയെ പതിയെ ചെയ്ത് കൊണ്ടുവന്ന് ലാസ്റ്റ് ഓരോ പോസിലും എത്തേണ്ട എക്സസൈസ് ആണ്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. സാവധാനം ചെയ്യുക. സാവധാനം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പെയിനിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെയിൻ വന്നാൽ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു 1-2 മണിക്കൂറിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ദിവസത്തിൽ ഒരു 2-3 തവണയെങ്കിലും നമ്മൾ ഈ എക്സസൈസ് ചെയ്താൽ നമുക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മളുടെ ഈ പെയിൻ കുറയുന്നതായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് നല്ലൊരു റിസൾട്ടാണ് ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എന്താ പറയുക അറിയാൻ സാധിക്കുന്നത്. അതിന് ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് വളരെ സ്ലോവിൽ ചെയ്യുക. 3 to 5 ടൈംസ് വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതാ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര കുറച്ചാണോ ചെയ്യുന്നത് കൂടുതലാണോ ചെയ്യുന്നത് എന്നതിലല്ല കാര്യം. നമുക്ക് പെയിൻ വരുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. പെയിനിലൂടെ ഒരിക്കലും എക്സസൈസ് ചെയ്യാൻ പാടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ബാക്കി നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പോസിൽ നമുക്ക് കാല് മടക്കിയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് കാലിൻ്റെ മുട്ടിനോട് ചേർത്ത് കൈ വെക്കുന്നത് ആ ഒരു പൊസിഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു പൊസിഷനിൽ കൈ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നീക്കിക്കൊണ്ട് ആംഗിൾ തെറ്റാതിരിക്കാനാണ് ഞാൻ കാലുമുട്ടിൻ്റെ ആ ഒരു ആംഗിളിൽ തന്നെ കറക്റ്റ് കൈ വെച്ച് കാണിച്ചു തന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ദീർഘശ്വാസമൊക്കെ വിട്ടതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കാം. ഒപ്പം നമ്മളുടെ ബോഡി ഒരു വളഞ്ഞ ഷേപ്പിലേക്ക് കൊണ്ടുവരാം. അതായത് നടുഭാഗം ഉള്ളിലേക്ക് ഒന്ന് കുഴിച്ച പോലെ, അതേപോലെ ഒരു ഷേപ്പിൽ നമുക്ക് ബോഡിയെ കൊണ്ടുവരാം. അതായത് കാറ്റ് പോസിൽ ശ്വാസം വിട്ടുകൊണ്ട് ഇതേപോലെ താടി നെഞ്ചിൽ മുട്ടിക്കുന്ന രീതിയിൽ ക്യാമൽ പോസിലേക്ക് കൊണ്ടുവരാം. ഇത് വളരെ സ്ലോവിൽ വേണം ചെയ്യാനായിട്ട്. നമ്മളുടെ ഈ ബോഡിയിലെ ആ ഒരു ഭാഗം, ഈ നടുവിൻ്റെ ആ ഭാഗം ഒന്ന് വളച്ച് കൊടുക്കുക സ്ലോവിലി. പറ്റുന്നവർ പറ്റുന്ന അത്ര മാത്രം ചെയ്താൽ മതി. കൂടുതൽ റിസ്ക് എടുത്ത് ചെയ്യരുത്. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും ക്യാമൽ പോസിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ശ്വാസം എടുത്തുകൊണ്ട് കാറ്റ് പോസിലേക്കും ശ്വാസം വിട്ടുകൊണ്ട് ക്യാമൽ പോസിലേക്കും കൊണ്ടുവരാം. അപ്പോൾ ഇത് വളരെ സ്ലോവിൽ വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വളരെ സ്ലോവിൽ ചെയ്ത് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് സ്പീഡിൽ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ അതേപോലെ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് സ്ലോവിൽ ചെയ്യുന്നത്. പിന്നെ ഇരിക്കുമ്പോൾ വളഞ്ഞുകൊണ്ട് ബാക്കിലേക്ക് ഊന്നിക്കൊണ്ടോ അങ്ങനെ ഇരിക്കരുത്. പതിയെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നടു വളയാതെ ഇരിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ ബാക്കിലേക്ക് പെയിൻ വരാത്ത വിധം നമ്മൾ സ്ലോവിലി ഫ്രണ്ടിലേക്ക് കിടക്കുക. അതിനുശേഷം നമ്മൾ ഭുജംഗാസനം ചെയ്യുന്നത് പോലെ തന്നെ അത് ചെയ്യാൻ പറ്റാത്തവർക്ക് സ്റ്റാർട്ടിങ് ചെയ്യേണ്ട രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കൈമുട്ട് ഇതേപോലെ നിലത്ത് പതിച്ചു വെച്ചുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് പതിയെ തല ഉയർത്തുക. നമുക്ക് സ്റ്റാർട്ടിങ് ഈ പെയിൻ ബാക്കിലുള്ളത് കൊണ്ട് നമുക്ക് പതിയെ കുറച്ച് ഉയർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ കുറച്ച് ഉയർത്താം, അടുത്ത സ്റ്റെപ്പിൽ കൂട്ടി ഉയർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ പതിയെ പതിയെ. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പതിയെ പതിയെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റില്ല. അത് 1-2 ദിവസം കഴിയുമ്പോൾ, അതിനാണ് ദിവസം 3 തവണയോ 4 തവണയോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ നമുക്കത് കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭുജംഗാസനം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഭുജംഗാസനത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഭുജംഗാസനവും ഇതേപോലെ തന്നെ തല പതിയെ പതിയെ നമുക്ക് ഉയർത്തി കൊണ്ടുവന്ന് സർപ്പാസനം വരെ നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് വേദന വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. വേദനയിലൂടെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ എക്സസൈസുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങും.
അതിൻ്റെ റിസൾട്ടായിട്ട് നിങ്ങളുടെ ഡിസ്ക് പ്രോബ്ലം ഇല്ലാതാക്കാനും നെക്സ്റ്റ് സ്റ്റെപ്പായ വെയിറ്റ് ലോസിൻ്റെ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ചെയ്യാൻ പറ്റുന്നവർ സർപ്പാസനം ചെയ്യുക. അല്ലാത്തവർക്കാണ് ഞാൻ പതിയെ പതിയെ ബോഡിയെ കൊണ്ടുവന്ന് സർപ്പാസനത്തിലേക്ക് എത്തിച്ചത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അതേപോലെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതേപോലെ സർപ്പാസനത്തിലേക്ക് എത്തിച്ചേരാൻ എല്ലാവർക്കും സാധിക്കും. ഇനി നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാം. കൈകൾ ഇരുവശത്ത് ഇതുപോലെ വെച്ച് കാലുകൾ അകത്തി വെച്ച് കിടക്കാം. അതല്ലെങ്കിൽ തലയുടെ അടിയിൽ കൈകൾ പതിച്ചു വെച്ച് വേണമെങ്കിലും സൈഡിലേക്ക് തിരിഞ്ഞെടുക്കാം. ഇനി നെക്സ്റ്റ് എക്സസൈസ് ആണ് ശലഭാസനം. കൈകൾ ഫ്രണ്ടിലോട്ട് ഉയർത്തുക, അതേപോലെ കാലുകളും ഉയർത്തുക. ഇതേപോലെ ഈ ഒരു പോസിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല, പതിയെ പതിയെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ, മതി. വളരെ സ്ലോവിൽ കുറച്ചായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള എക്സസൈസാണ്. കൈകൾ ഇനി മുകളിലേക്ക് ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ പതിയെ ബാക്കിലേക്ക് വെച്ചുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. രണ്ട് സൈഡിലേക്ക് ബാക്കിലേക്കായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് പതിയെ ചെയ്ത് ഇതേപോലെ പൂർണ്ണ ശലഭാസനം വരെ എത്തിക്കാവുന്നതാണ്. ഏറ്റവും നല്ല എക്സസൈസുകളിൽ ഒന്ന് തന്നെയാണ് പൂർണ്ണ ശലഭാസനം. ഇത് ഡിസ്ക് പ്രോബ്ലത്തിന് വളരെ നല്ലതാണ്. അത് ഞാൻ 3 times കാണിച്ചു തരുന്നുണ്ട്. വളരെ സ്ലോവിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം. അതിനുശേഷം അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. ഡിസ്ക് പ്രോബ്ലം ഉള്ളവർ വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ എക്സസൈസിലേക്കും കിടക്കുമ്പോൾ ഇരിക്കുന്നതും കിടക്കുന്നതും ഒക്കെ. ഇനി ഇതേപോലെ കാലുകൾ മടക്കി വയ്ക്കുക. ഇരുവശങ്ങളിലൂടെ കാലുകളെ ചേർത്ത് പിടിക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൾ ഇരുവശങ്ങളിലായി പതിച്ചു വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇടുപ്പ് പതിയെ ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് നോർമൽ പോസിലേക്ക് വരിക. ഈ ഒരു പോസ്, അതായത് സേതുബന്ധനാസനം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിക്ക് ബാക്കിൽ പെയിൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പതിയെ ഉയർത്തിയിട്ട് കാണിച്ചു തരുന്നത്. ചിലർക്ക് തീരെ തറയിൽ നിന്ന് നമ്മളുടെ ഇടുപ്പ് ഉയർത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുക. ഒരു ദിവസം തന്നെ 3-4 തവണ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ പതിയെ നമുക്ക് ആ ബോഡിയെ പതിയെ ഉയർത്തി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഉയർത്തി കൊണ്ടുവരുമ്പോൾ നമുക്ക് പെയിൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മൾ വിചാരിച്ചത് എന്താണോ അത് സാധിച്ചെടുക്കാൻ പറ്റും. ആ ഒരു എക്സസൈസിലൂടെ നമ്മളുടെ ഈ ഡിസ്കിൻ്റെ പെയിൻ ഇല്ലാതെയാക്കാനും സാധിക്കും. ഡിസ്കിൻ്റെ പ്രശ്നം ചെറിയ രീതിയിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ലോസിൻ്റെ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് വെയിറ്റ് കുറയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇനിയും ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റും കൂടെ ആകുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകും. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ബാക്ക് പെയിൻ, ഈ ഡിസ്കിൻ്റെ പ്രോബ്ലത്തിൻ്റെ ഈ വേദന വന്നു പോണത് നമ്മൾ ഒരുപക്ഷെ അറിയില്ല, ശ്രദ്ധിക്കില്ല. അപ്പം നമുക്കത് തടി കുറഞ്ഞാലും പക്ഷേ നമ്മളുടെ കോംപ്ലിക്കേഷൻ ചിലപ്പോൾ കൂടുതലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു മെസ്സേജിലൂടെ റിപ്ലൈ തന്നാൽ നിങ്ങൾക്ക് മതിയാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഡിസ്ക് പ്രോബ്ലത്തിനുള്ള എക്സസൈസും ചെയ്യാം, അതിനുള്ള നിങ്ങളുടെ ഡൗട്ട്സിനുള്ള റിപ്ലൈയും കൂടി ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതാവുമ്പോൾ നമുക്ക് ഡിസ്ക് പ്രോബ്ലം ഇല്ലാതെയാക്കുകയും ചെയ്യാം, അതിനോടൊപ്പം തന്നെ നമുക്ക് വെയിറ്റ് ലോസിനുള്ള എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ തടി കുറയ്ക്കണ്ടേ? അപ്പോൾ ആദ്യം പോയിട്ട് ഡിസ്ക് പ്രോബ്ലത്തിനുള്ള ഈ എക്സസൈസ് ചെയ്യുക. 2 ആഴ്ചയ്ക്കുള്ളിൽ പെയിൻ കുറയുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. അപ്പം നിങ്ങൾ ഈ എക്സസൈസ് ഫോളോ ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ ഡിസ്ക് പ്രോബ്ലം ഇല്ലാതെയാവുക ചെയ്യും. നിങ്ങൾ വെയിറ്റ് ലോസിനുള്ള എക്സസൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ 2 പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനും കിട്ടി, റിസൾട്ടും കിട്ടി കേട്ടോ. ഇനി നമ്മൾ എണീക്കുമ്പോഴേ ഇതുപോലെ സാവധാനം കൈ സപ്പോർട്ട് ചെയ്തിട്ട് വേണം എണീക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.